എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ദ ലിറ്ററേച്ചർ ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. ആർട്ടും ലിറ്ററേച്ചറും, അതായത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും ആർട്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഫ്രീഡം സ്ട്രഗിളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാധീനിച്ചത്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുന്നേ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് മുന്നേ ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. അതിന് സാധാരണ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഭാഗം കൂടെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നുള്ളൂ, കറക്റ്റ് ഉള്ള ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിലേക്ക് വരുന്നുള്ളൂ. ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ വരുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അതില് മെയിൻ ആയിട്ട് ആർട്ടും ലിറ്ററേച്ചറും മാത്രം എടുക്കാതെ അതിന് മുന്നേ കുറച്ചും കൂടെ ഉണ്ട്, അത് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ദ പ്രസ് ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ, ഇതിൽ നമുക്കൊരു പേപ്പർ കട്ടിങ്സ് ആണ് തന്നിരിക്കുന്നത്. ആ പേപ്പർ കട്ടിങ്സ് ഞാൻ ജസ്റ്റ് വായിക്കാം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. മെയിൻ ആയിട്ട് അതിന്റെ താഴെയുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, അതാണ് നമുക്ക് പറയാനുള്ളത്. ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹാസ് ലോസ്റ്റ് ഹിസ് നാച്ചുറൽനെസ്, ഹിസ് ലൈഫ് ബ്ലഡ് ഹാസ് ഡ്രൈഡ് അപ്പ്, ഹി ഈസ് ഹാവ് സ്റ്റാവ്ഡ് ആൻഡ് ഹാവ് ഡ്രസ്ഡ്, നോ ഡിലീഷ്യസ് ഫുഡ് ഈസ് അവൈലബിൾ ടു ഹിം, ഹിസ് ഡ്രസ് ഈസ് റാഗ്ഡ് ടു ടോൺ, ഹിസ് കണ്ടീഷൻ ഈസ് വെരി പാത്തറ്റിക്. അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, നമുക്ക് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഇവിടെയുള്ള പൗരന്മാര് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഏതിൽ കാണിക്കുന്നത്, ഈ ഒരു പേപ്പർ കട്ടിങ്സിൽ കാണിക്കുന്നത്. ഇത് ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോ അതിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ന്യൂസ് പേപ്പർ എന്നുള്ളതും പറയുന്നുണ്ട്. അതേപോലെ എന്താണ് അതിൽ പറയണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞത്, നമ്മുടെ ആകുന്ന ടൈമിലേക്ക് മുന്നേ നമ്മൾ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓരോ ഇന്ത്യൻ സിറ്റിസണും ഫുഡ് ഇല്ലാതെയും അതേപോലെ തന്നെ അവരനുഭവിച്ച വേദനകളാണ് ആ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് എ ന്യൂസ് ഐറ്റം ദാറ്റ് അപ്പിയർഡ് ഇൻ സുലഭ് സമാചാർ ആൻഡ് ഏർലിയർ ന്യൂസ് പേപ്പർ ഫ്രം ബംഗാൾ. എന്താ വന്നത്, അതായത് മെയിൻ ആയിട്ട് എന്താണ്, സുലഭ് സമാചാർ കണ്ടോ, സുലഭ് സമാചാർ ന്യൂസ് പേപ്പർ ഫ്രം ബംഗാൾ. ആദ്യ ന്യൂസ് പേപ്പർ ആണ് നമ്മുടെ സുലഭ് സമാചാർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. വൺ വേർഡിന് എന്താണ്, ബംഗാളിലെ ഏർലിയർ അല്ലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്, സുലഭ് സമാചാർ. അപ്പൊ സുലഭ് സമാചാർ വന്നിട്ടുള്ള സ്ഥലം ഏതാ, അല്ലെങ്കിൽ സുലഭ് സമാചാർ എന്നുള്ള പത്രം എവിടെയാണ് എഡിഷൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ എന്താണ്, ബംഗാളാണ്. അപ്പൊ നമുക്ക് തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു മാർക്കിന്റെ ആൻസർ കിട്ടി അല്ലെ. ഒരു മാർക്കിനുള്ള ആൻസർ നമുക്ക് കിട്ടി. എന്താണ്, ബംഗാളിലുള്ള ആദ്യത്തെ വർത്തമാന പത്രം സുലഭ് സമാചാർ. ഇനി സുലഭ് സമാചാർ ഏത് സ്ഥലത്തിലുള്ള വർത്തമാന പത്രമായിരുന്നു, ബംഗാളിലുള്ള വർത്തമാന പത്രം. This news covers the plight of the Indians under the British rule. The newspapers in that period reported many such issues in the society. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് എന്താണ്, ബ്രിട്ടീഷ് റൂൾ പ്രകാരം നമ്മൾ എന്താണ്, ഇന്ത്യൻസ് എന്ന് പറയുന്നത് അടിമകളാണ്. അപ്പൊ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ന്യൂസ് പേപ്പേഴ്സിലാണ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പത്രങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ന്യൂസ് പേപ്പറിലൂടെയാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ? ഇനി താഴെ നോക്കുക. ഇനി എന്താണ്, നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, സുലഭ് സമാചാർ ആണെന്ന് പറഞ്ഞു അല്ലെ. സുലഭ് സമാചാർ ആണ് ബംഗാളിലെ ആദ്യത്തെ വർത്തമാന പത്രം എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് എന്താണ്, മെയിൻ ആയിട്ട് നോക്കുക. ഇനി താഴെ കുറെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ എന്താ പറയുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ ഇന്ത്യക്കാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ്, ഡിസെമിനേറ്റഡ് ഇൻഫർമേഷൻ ഓൺ മാസ്റ്റേഴ്സ് ഓപ്പറേഷൻ ആൻഡ് റിപ്രസീവ് റൂൾ ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഓരോ രാജ്യത്തും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന, നമ്മളെ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നതും അല്ലെങ്കിൽ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നതും ഏതിൽ വന്നു, ന്യൂസ് പേപ്പറിൽ വന്നു. പോപ്പുലറൈസ്ഡ് ഇൻഫോർമേറ്റീവ് മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് സൂപ്പർസിഷനും എതിരിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതിലായിരുന്നു, ന്യൂസ് പേപ്പറിൽ കാണിച്ചു. മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഈവിൾസ് ഇൻ ദി സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെ, ബ്രിട്ടീഷ് ഈവിൾസ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി. ബ്രിട്ടീഷ് ഈവിൾസ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി.
പിന്നെ അതേപോലെ തന്നെ പിന്നെന്താണ് കെപ്റ്റ് അബ്രാസ്റ്റ് ഓഫ് ദ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫോർ ഫ്രീഡം ആൻഡ് ഇക്വാളിറ്റി. മെയിൻ ആയിട്ട് എന്താണ് ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യത്തിൽ ഇക്വാളിറ്റി, തുല്യതയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നു. ഇനി അടുത്തത് ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ് ഓൺ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. എന്താണ് ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക്കിലേക്ക് പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കുക, ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധം കൊടുത്തിട്ടുണ്ടായിരുന്ന ഏതിലൂടെയായിരുന്നു, ന്യൂസ് പേപ്പറിലൂടെയായിരുന്നു. റിപ്പോർട്ടഡ് ദ കലാമിറ്റീസ് ലൈക്ക് പ്ലേഗ് ആൻഡ് ഫെമിൻസ് ദാറ്റ് കിൽഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ വാരിയസ് റീജിയൻസ്. നമ്മുടെ ഇന്ത്യക്കാരെ, നമ്മുടെ പല ഭാഗത്തുള്ള പല പ്രദേശത്തുള്ള ഇന്ത്യക്കാരെ പ്ലേഗ് എന്ന് പറയുന്ന അസുഖവും ഫെമിൻ ക്ഷാമം വന്നതുകൊണ്ടും കുറെ ആൾക്കാർ എന്താ തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ, ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു, ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ കൊന്നു. ആരാ കൊന്നത്, ബ്രിട്ടീഷുകാർ കൊന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പണ്ട് എന്താ ഉണ്ടായിരുന്നത്, ന്യൂസ് പേപ്പറിലൂടെയാണ് നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമുക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ നമ്മൾ ടിവിയിലെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് എത്തിക്കാം. പക്ഷെ അന്ന് എന്താ ഇത്രയും ഡെവലപ്മെന്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ന്യൂസ് പേപ്പറിലൂടെയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് അതിന് പറയാനുള്ളത്. ഇനി അടുത്തത് നോക്കുക, ന്യൂസ് പേപ്പേഴ്സ് ലീഡേഴ്സ്. ഇത് നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് ഇറങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സും അതിന്റെ ലീഡേഴ്സ് ഒക്കെ ആരായിരുന്നു. ഒന്നാമത്തെ എന്താ, ദ ഹിന്ദു സ്വദേശി മിത്രം. ആരാണ് അതിന്റെ ലീഡർ ഉണ്ടായിരുന്നത്, ജി സുബ്രഹ്മണ്യ അയ്യർ. ദ ഹിന്ദു സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. രണ്ടാമത്തെ അമൃത് ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അത് നിങ്ങൾ സ്വദേശി മൂവ്മെന്റിന്റെ പഠിച്ചിട്ടുള്ള സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷിനെ കുറിച്ചിട്ടൊക്കെ. അവര് ലീഡർ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ആണ് ഏത്, അമൃത് ബസാർ പത്രിക. ഇനി ബോംബെ സമാചാർ കൊണ്ടുവന്നിട്ടുള്ള ആരാ, ഫർദോർജി മസ്ബാൻ. പിന്നെ കേസരി മറാത്ത എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ ലീഡർ ആരാണ്, ബാൽ ഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്ര ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. അത് ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. അതൊക്കെ പഠിച്ചു വെക്കുക. മെയിൻ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവീൽ ആനി ബസന്റ്. അതേപോലെ തന്നെ ആനി ബസന്റിന്റെ ന്യൂ ഇന്ത്യ കേട്ടോ, അതും ചോദിക്കാറുണ്ട്. ന്യൂ ഇന്ത്യ കോമൺവീൽ ആനി ബസന്റ്. പിന്നെ അടുത്തത് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നാഷൻ ഗോപാലകൃഷ്ണ ഗോഖാലെ. ഇതൊക്കെ എന്താണ്, ന്യൂസ് പേപ്പേഴ്സിന്റെ പേരും അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ലീഡേഴ്സ് ആണ് കേട്ടോ. അത് ന്യൂസ് പേപ്പേഴ്സിന്റെ ലീഡേഴ്സ് ആണ്. പത്രപ്രവർത്തനവും അതിന്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പേരുമാണ് അതിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്ത് ചെയ്യാം, മാക്സിമം നന്നായിട്ട് പഠിക്കുക. കാരണം 1 വേർഡ് കിട്ടാവുന്നതാണ്. ഓരോ മാർക്കിന്റെ നമുക്ക് എന്താണ്, ഇതിന്ന് ഓരോന്നും തിരിച്ചും മറിച്ചും ചോദിക്കാം. ന്യൂസ് പേപ്പറിന്റെ പേര് തരാം, അതിന്റെ ലീഡറെ കണ്ടുപിടിക്കാൻ പറയാം. ലീഡർ കൊണ്ടുവന്നിട്ടുള്ള ന്യൂസ് പേപ്പർ ഏതാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോ അത് നന്നായിട്ട് പഠിക്കുക. ഇനി താഴെ നോക്കുക, ഇന്ത്യൻ ലീഡേഴ്സ് മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ ന്യൂസ് പേപ്പേഴ്സ് ടു പ്രൊപ്പഗേറ്റ് their nationalist ideologies. They considered journalism as social service. Their newspapers criticized the British policies and motivated national movement. മെയിൻ ആയിട്ട് എന്താണ്, ഈ ജേർണലിസം എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് കണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. ഇനി their newspapers criticized the British policies and motivated national movement. Rajaram Mohan Roy was the first to start newspaper with a national perspective. കണ്ടോ, രാജാറാം മോഹൻ റായ് ആണ് എന്ത് വരുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നത്. രാജാറാം മോഹൻ റായ് ട്ടോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജാറാം മോഹൻ റായ് ആണ് എന്ത് ചെയ്യണത്, നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നത്. ഹിസ് സംവാദ് കൗമുദി ഇൻ ബംഗാൾ ആൻഡ് മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ റിഫോർമേഷൻ. ഏതൊക്കെ പത്ര കൊണ്ടുവന്നത്, ഒന്ന് സംവാദ് കൗമുദിയും ബംഗാളി ഭാഷയിലുള്ള സംവാദ് കൗമുദിയും അതേപോലെ തന്നെ മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലാണ്, പേർഷ്യൻ ഭാഷ മിറാത്തുൽ അക്ബറുമാണ് മെയിൻ ആയിട്ട് ആര് കൊണ്ടുവന്നത്, രാജാറാം മോഹൻ റായ് നമ്മുടെ ന്യൂസ് പേപ്പർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരുന്നു, സോഷ്യൽ റിഫോർമേഷൻ, സാമൂഹ്യ പരിഷ്കരണമാണ് ഏതിലൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ന്യൂസ് പേപ്പറിലൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡെമോക്രസി ആൻഡ് നാഷണലിസം. ഫോളോയിങ് ഹിസ് പാത്ത് മെനി റിഫോമേഴ്സ് ആൻഡ് നാഷണൽ ലീഡേഴ്സ് പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ റീജിയണൽ ലാംഗ്വേജസ്.
റീജിയണൽ ലാംഗ്വേജസ്, പല ഭാഷകളിലായിട്ട് നമ്മൾ എന്തിറക്കി, ന്യൂസ് പേപ്പറുകൾ അടിച്ചിറക്കി അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു. മെനി റിഫോമേഴ്സ് ആൻഡ് നാഷണൽ ലീഡേഴ്സ് പബ്ലിഷ് ന്യൂസ് പേപ്പർ ഇൻ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ പ്രാദേശിക ഭാഷകൾ ഏതാണോ ആ ഭാഷകളിലൊക്കെ നമ്മൾ എന്തിറക്കാൻ തുടങ്ങി, ന്യൂസ് പേപ്പറുകൾ അടിച്ചിറക്കാനായിട്ട് തുടങ്ങി. ഇനി താഴെ നോക്കുക, റിയലൈസിംഗ് ദ പവർ ഓഫ് ദ പ്രസ്, ദ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് സ്ട്രിങ്തൻ മെഷേഴ്സ് ടു കൺട്രോൾ ദം. ദ വെർനാക്കുലർ Act enacted by Lord Lytton in 1878 was one of them. എന്താണ്, 1878 ബ്രിട്ടൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടനിലെ എന്താണ് പ്രഭു അല്ലെ, ലോർഡ് ലിട്ടൺ, ലിട്ടൺ പ്രഭു എന്ത് ചെയ്തു, ഒരു നിയമം പാസാക്കി. അതാണ് ഏത്, വെർനാക്കുലർ പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർനാക്കുലർ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് പാസാക്കി. ഏത് വർഷം, 1878 1878 അല്ലെങ്കിൽ 1878 വെർനാക്കുലർ ആക്ട് പറഞ്ഞിട്ടുള്ള ആക്ട് ആര് പാസാക്കി, ലോർഡ് ലിട്ടൺ അല്ലെങ്കിൽ ലിട്ടൺ പ്രഭു പാസാക്കി. നോക്കാട്ടോ, വെർനാക്കുലർ ആക്ട് ഏതാണ്, വെർനാക്കുലർ പ്രസ് ആക്ട് എനാക്റ്റഡ് ബൈ ലോർഡ് ലിട്ടൺ 1878 1878 വെർനാക്കുലർ പ്രസ് ആക്ട് ആര് പാസാക്കി, ലോർഡ് ലിട്ടൺ അല്ലെങ്കിൽ ലിട്ടൺ പ്രഭു പാസാക്കി. അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി എന്താ മെയിൻ ആയിട്ട് ആ ഒരു ആക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടാണ് എന്തിൽ എഴുതണത്, ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അച്ചടിച്ചപ്പെടുന്ന ന്യൂസ് പേപ്പറുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ ന്യൂസ് പേപ്പറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഏതാ പാസ് വന്നത്, വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാര് നമ്മളെ ചൂഷണം ചെയ്യുന്നതാണ് നമ്മൾ ഏതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, ന്യൂസ് പേപ്പറിൽ അച്ചടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ എന്താണ് മോശമായിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ എന്ത് വന്നു, ഈ ഒരു ആക്ട് പാസ്സാക്കി. ഈ ഒരു ആക്ട് പാസ്സാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറുകൾ, ഇന്ത്യയിൽ ന്യൂസ് പേപ്പറുകൾ അച്ചടിക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രസ് ചെയ്യരുത് എന്നുള്ളത്, പ്രസ് പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളൊരു നിയമം പാസ്സാക്കി. അതാണ് ഏത്, വെർനാക്കുലർ ആക്ട് പ്രസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് കൊണ്ടുവന്ന പ്രഭുവാണ് ആര്, ലോർഡ് ലിട്ടൺ അല്ലെ, ലോർഡ് ലിട്ടൺ ആണ്. പിന്നെ 1878 1878 എന്ത് വന്നിട്ടുള്ളത്, ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി അടുത്തത് നോക്കുക, ഇനി അടുത്തത് നെക്സ്റ്റ് എന്താ പറയുന്നത്, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ വെർനാക്കുലർ ആക്ട് പറഞ്ഞു, അതേപോലെ തന്നെ പിന്നെന്താണ്, ആരാണ് കൊണ്ടുവന്നത്, ലോർഡ് ലിട്ടൺ ആണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അല്ലെ. വെർനാക്കുലർ പ്രസ് ആക്ട് ലോർഡ് ലിട്ടൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാ വർഷം, 1878 1878 എന്ത് വന്നിട്ടുള്ളത്, വെർനാക്കുലർ ആക്ട് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു, മെയിൻ ആയിട്ട് ന്യൂസ് പേപ്പറുകൾ, അതിന്റെ ലീഡേഴ്സ്, അതേപോലെ തന്നെ വെർനാക്കുലർ പ്രസ് ആക്ട് പഠിച്ചു. അത് ഏതാ വന്ന വർഷം എന്ന് പഠിച്ചു, 1878 ആണെന്ന് പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ആരാണ് കൊണ്ടുവന്നത്, ലോർഡ് ലിട്ടൺ ആണ് കൊണ്ടുവന്നത് എന്നുള്ളതും പഠിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഫോർ ദി നാഷൻ. ഇനി മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ ഫോർ ദി നാഷൻ. അതിൽ നോക്കുക, ദീസ് ആർ ദ visions, various social reformers on the importance and necessity of education. Identify the role of education from these observations. അതായത് മെയിൻ ആയിട്ട് നമുക്ക് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിട്ടീഷുകാരെ എതിർക്കാനായിട്ട് പറ്റുമെന്ന് നമ്മുടെ ഇന്ത്യക്കാരെ എന്ത് ചെയ്യാണ്, ഒന്ന് വിശ്വസിക്കുകയാണ്. അതായത് മെയിൻ ആയിട്ട് എന്താണ്, വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയാണ്. ഇനി താഴെ നോക്കാം, establishing national education institution was the main means adopted for inculcating nationalism. They imparted secular education to all sections of the society. The Deccan Education Society founded in 1884 1884 ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് നമുക്ക് എന്താണ്, നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണലിസം അല്ലെങ്കിൽ ദേശീയതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒറ്റക്കെട്ടാവാനുള്ള രീതിക്കൊക്കെ നമ്മൾ എന്ത് കൊണ്ടുവന്നു, വിദ്യാഭ്യാസം കൊണ്ടുവരികയാണ്. അതില് ദേ ഇംപാർട്ടഡ് സെക്യുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗക്കാർക്കും, അതായത് സെക്യുലർ പറയുന്നത് എന്താ, മതനിരപേക്ഷത അല്ലെ, അതൊന്നും നോക്കാതെ എല്ലാവർക്കും എന്ത് കൊണ്ടുവരാം, നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടുവരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുള്ള കൊണ്ടുവന്നു. അതിലാണ് എന്ത്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ 1884. മാർക്ക് ചെയ്ത് വെക്കാട്ടോ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നു. ഏതാ വർഷം, 1884 in Pune by G.G. Agarkar, Bal Gangadhar Tilak and Mahadev Govinda Ranade
was one of such educational institution established with a nationalistic perspective. നോക്കാട്ടോ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നു. ഏത് വർഷം? 1884. എവിടെ കൊണ്ടുവന്നത്? പൂനെയിലാണ് കൊണ്ടുവന്നത്. ആരൊക്കെ ചേർന്നിട്ടാണ് കൊണ്ടുവന്നത്? ജി അഗർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ക്ലിയർ ആയോ? ഇത്രയും 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഫോം ചെയ്ത വർഷം 1884. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏത് ഇയറിലാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഇയറിലാണ് നമ്മൾ ഫോം ചെയ്തത്? ഏത് ഇയറിലാ? 1884, 1884. എവിടെയാ സിറ്റുവേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ സ്ഥാപിച്ചത്, എവിടെയാ ഫോം ചെയ്തത്, ഏത് സ്ഥലത്താണ്? പൂനെ. ആരൊക്കെ കൂടിയിട്ടാ കൊണ്ടുവന്നത്? ജി അഗർക്കർ, ബാൽ ഗംഗാധർ തിലക് ആൻഡ് മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇതിലേതെങ്കിലും ഒരാളുടെ പേര് തരാം, അല്ലെ? ഏതെങ്കിലും ഒരാളുടെ പേര് തരാം, അല്ലെങ്കിൽ 2 ആൾക്കാരുടെ പേര് തരാം. നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഏതാന്നുള്ളത് നോക്കുക. ആരൊക്കെ തമ്മിലാ? ജി അഗർക്കർ, ബാൽ ഗംഗാധർ തിലക് ആൻഡ് മഹാദേവ് ഗോവിന്ദ റാനഡെ. ഈ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഏത് കൊണ്ടുവന്നത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. കൊണ്ടുവന്ന വർഷം 1884. എവിടെ കൊണ്ടുവന്നത്? പൂനെയിലാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ഒരു പിക്ചർ ആണ് പൂനെയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരു കൊടുത്തിട്ടുണ്ട് കണ്ടോ, യൂണിവേഴ്സിറ്റിയിലേക്ക്. നമ്മുടെ ഒരു കോളേജ് ആണ് അല്ലെ, നമ്മുടെ ആ ഒരു കോളേജ് ആണ്. ഈ കോളേജ് ആണ് ഇത്. ഇതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അവരുടെ എംബ്ലം അല്ലെ, എല്ലാത്തിനും എന്തുണ്ടായിരിക്കും? ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും എംബ്ലം ഉണ്ടായിരിക്കും അല്ലെ. അതിപ്പോ ആർക്കാണെങ്കിലും, ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്നല്ല, നമ്മളൊരു ബ്രാൻഡഡ് സ്ഥാനം, ഇപ്പൊ ഒരു കട തുടങ്ങാനാണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്തുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് എന്ത് വേണം? എംബ്ലം വേണം അല്ലെ. നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്താണ്, ഓരോ മനുഷ്യർക്കും നമ്മൾ പേരിടുന്നുണ്ട്. നമ്മളെ പേരെന്താണ്? നമ്മുടെ ഐഡന്റിറ്റി ആണ്. ഇപ്പൊ ഒരാളുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സുധീഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ. ആ ഒരു വ്യക്തിനെ നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് ഐഡന്റിറ്റി ആണ് എന്ത്? നമ്മുടെ പേര് അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ എംബ്ലമും എന്തെന്നെയാണ്? ഓരോന്നിന്റെയും ഏതാണോ നമ്മൾ പറയുന്ന പ്രോഡക്റ്റിന്റെ ആണ് അങ്ങനെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും അതിനെ തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി ആണ് എന്ത്? എംബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എംബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. മുകളിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ സ്ഥാപിതമായിട്ടുള്ള 1884 പൂനെ സ്ഥാപിതമായിട്ടുള്ള ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചിത്രമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? അതിന്റെ എംബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആയോ? ഇനി നോക്കാം. The founders were well aware that education was inevitable in the socio-economic and cultural progress of the country. ഈ ഫൗണ്ടേഴ്സ് ഒക്കെ എന്തെന്നെയാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് എന്ത് കൊടുക്കുക? ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യമായിട്ടും സാമ്പത്തികവുമായിട്ടുള്ള എന്താണ്? പ്രോഗ്രസ്, നേട്ടങ്ങൾ, പുരോഗതി എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നു വരേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് താഴെ, ദ സ്വദേശി മൂവ്മെന്റ് വിച്ച് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905. 1905 എന്ത് വരുന്നത്? സ്വദേശി മൂവ്മെന്റിന്റെ പ്രകാരം എന്താണ്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെ. ബംഗാൾ പാർട്ടീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് 1905. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 1905 അല്ലെ. സ്വദേശി മൂവ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിനുശേഷമാണ് ബംഗാൾ എന്ത് ചെയ്യണത്? പാർട്ടീഷൻ വരുന്നത്, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം വരുന്നത് 1905. Influence to found many education institutions for the propagation of national education. D.K. Karve started the first Indian women university in Maharashtra in 1916. അടുത്തത് വന്നു കേട്ടോ. ആദ്യം നമ്മൾ ഏതാ പഠിച്ചത്? 1884 സ്ഥാപിതമായിട്ടുള്ള ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എവിടെ വന്നത്? പൂനെയിലാണ് വന്നത്. ആരാ കൊണ്ടുവന്നത്? ജി അഗർക്കറും അതേപോലെ തന്നെ ഗോവിന്ദ റാനഡെ, ബാലഗംഗാധർ തിലക് 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ആണ് ഏത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് D.K. കാർവെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് ഇത്. നമ്മുടെ D.K. കാർവെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. D.K. കാർവെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര ഇൻ 1916. 1916 മഹാരാഷ്ട്രയിൽ രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ വനിതാ സർവകലാശാല.
ഒക്കെ ആരാ കൊണ്ടുവന്നത്? DK കാർവെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് യൂണിവേഴ്സിറ്റിയാ? ഫസ്റ്റ് ഇന്ത്യൻ വുമൻ യൂണിവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് പഠിക്കാനായിട്ടുള്ള സർവകലാശാല കൊണ്ടുവന്നത് ആരാണ്? DK കാർവെയാണ്. എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? മഹാരാഷ്ട്രയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വർഷം 1916. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പഠിച്ചു. 1916 1916 എന്താണ്? ഇന്ത്യൻ വുമൻ യൂണിവേഴ്സിറ്റി. എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? മഹാരാഷ്ട്രയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി he was motivated by the concept that education had a pivotal role in women empowerment. എന്താണ് ഇവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്? സ്ത്രീ ശാക്തീകരണം. വുമൺ എംപവർമെന്റ് പറഞ്ഞാൽ സ്ത്രീകളെ എന്ത് ചെയ്യുക? ശാക്തീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ പുരോഗതിയിലേക്ക് നയിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ എയിം ഉണ്ടായിരുന്നത്? ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റിയുടെ എയിം ഉണ്ടായിരുന്നത്. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റിയുടെ എയിം എന്താ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താ, ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? വുമൺ എംപവർമെന്റ്. ഇനി ഫോളോയിങ് ദിസ് മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ were founded in various parts of India. Their major objectives were promotion of nationalism, opposition to social evils, and rejection of Western education. മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ ഇതിൽ പറയുന്നത്? പല ഭാഗത്തായിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻസ് കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ? പ്രൊമോഷൻ ഓഫ് നാഷണലിസം, ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോഷൻ ഓഫ് നാഷണലിസം ഒന്നാമത്തെ പോയിന്റ് ആണ്, ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ ഓപ്പോസിഷൻ ടു സോഷ്യൽ ഈവിൾസ്. എന്താണ്? സാമൂഹ്യ തിന്മകൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സൊസൈറ്റിയിലുള്ള കുറെ അനാചാരങ്ങൾ ഉണ്ട് അല്ലെ, വേണ്ടാത്ത അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എതിർക്കുക, ഒപ്പോസിഷൻ എതിർക്കുക. ആൻഡ് റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. എന്താണ്? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പാശ്ചാത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ ഒഴിവാക്കി കളയുക എന്നുള്ളതായിരുന്നു. റിജക്ഷൻ പറഞ്ഞാൽ ഒഴിവാക്കി കളയുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും എയിം ഉണ്ടായിരുന്നത്. ഇനി നോക്കാം. വിശ്വഭാരതി is the university founded by Rabindranath Tagore in Bengal, focused on universal brotherhood. With this university, Tagore aimed at a system of education that would bridge Western and Eastern culture. എന്തായിരുന്നു മെയിൻ ആയിട്ട്? നമ്മൾ DK കാർവയുടെ എന്ത് പഠിച്ചു? വുമൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി പഠിച്ചു അല്ലെ? വുമൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി പഠിച്ചു. ഇനി താഴെ നോക്കുക. എന്താണ്? അതിലെന്താ പറയുന്നത്? മെയിൻ ആയിട്ട് സ്വദേശി മൂവ്മെന്റിൽ എന്ത് ചെയ്തു? Partition of Bengal. The Swadeshi movement which started after the partition of Bengal in 1905. 1905 എന്ത് വരുന്നത്? നമ്മുടെ ബംഗാൾ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത്. 1905 അല്ലെ? അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ദ സ്വദേശി മൂവ്മെന്റ് വിച്ച് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അത് നമ്മൾ ഒന്നും കൂടി ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പറഞ്ഞുതരാം. എന്താണ്? Establishing the national education institution was the main means adopted for inculcating nationalism. They imparted secular education to all sections of the society. The Deccan Education Society, founded in 1884 in Pune by G.J. Agarkar, Bal Gangadhar Tilak and Mahadev Govinda Ranade. മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് എന്ത് കൊണ്ടുവന്നു? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? മെയിൻ ആയിട്ട് ഇംപാർട്ടഡ് സെക്യുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ വിഭാഗക്കാർക്കും എന്ത് കൊണ്ടുവരിക? വിദ്യാഭ്യാസം കൊണ്ടുവരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്? നമ്മുടെ
ഇവിടുത്തെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഉണ്ടായിരുന്നത്. ഇനി താഴെ നോക്കുക. ദ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ 1884, 1884 എന്ത് സ്ഥാപിതമായി? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായി. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായി ഏത് വർഷം? 1884. ഇൻ പൂനെ ബൈ ജി അഗർക്കർ, ബാൽ ഗംഗാധർ തിലക് ആൻഡ് മഹാദേവ് ഗോവിന്ദ റാനഡെ. അതായത് ആരൊക്കെ തമ്മിലാണ്? 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എവിടെ വന്നു? പൂനെയിൽ വന്നു. ആരൊക്കെയാണ്? ജി അഗർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഇത്രയും ആൾക്കാർ തമ്മില് 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് അതിൽ പറയാനുള്ളത് കേട്ടോ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഇൻ 1884, 1884 സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ പൂനെയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജി അഗർക്കർ, ബാലഗംഗാധർ തിലക് ആൻഡ് മഹാദേവ ഗോവിന്ദ റാനഡെ. ഇവര് 3 പേരുമാണ് എന്തിലേക്ക് വന്നത്? ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുക. ഇത് സ്വദേശി മൂവ്മെന്റ് വിച്ച് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. 1905 നമ്മൾ എന്ത് ചെയ്തു? നമ്മള് മെയിൻ ആയിട്ട് പാർട്ടീഷൻ ബംഗാള് വിഭജനം ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. DK കാർവേ സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര 1916. 1916 DK കാർവേ എന്ന് പറയുന്ന ആൾ എന്ത് കൊണ്ടുവന്നത്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് എവിടെ കൊണ്ടുവന്നത്? മഹാരാഷ്ട്രയിലാണ്. ഇൻ 1916, 1916 കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. ഹി വാസ് മോട്ടിവേറ്റഡ് ബൈ ദ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഹാഡ് എ പൈവറ്റൽ റോൾ ഇൻ വുമൺ എംപവർമെന്റ്. മെയിൻ ആയിട്ട് സ്ത്രീ DK കാർവേയുടെ മഹാരാഷ്ട്രയിലുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അവരുടെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. their major objectives were promotion of nationalism അല്ലെങ്കിൽ ദേശീയതയെ എന്ത് ചെയ്യാം? നമ്മള് പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ ഒപ്പോസിഷൻ ടു സോഷ്യൽ ഈവിൾ, സാമൂഹ്യ തിന്മകളെ എന്ത് ചെയ്യുക? എതിർക്കുക. റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനെ റിജക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എന്തുണ്ടായിരുന്നത്? നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്, ഇവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി താഴെ നോക്കുക. വിശ്വഭാരതി ദ യൂണിവേഴ്സിറ്റി ഫൗണ്ടഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഇൻ ബംഗാൾ ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതായത് വിശ്വഭാരതി ദ യൂണിവേഴ്സിറ്റി ഫൗണ്ടഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഇൻ ബംഗാൾ. രവീന്ദ്രനാഥ ടാഗോർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏത് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്. എവിടെ കൊണ്ടുവന്നത്? ബംഗാളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ബംഗാളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ടാഗോർ എയിംഡ് അറ്റ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചേഴ്സ്. എന്താണ്? ടാഗോർ ഇൻ ബംഗാൾ ഫോക്കസ്ഡ് യൂണിവേഴ്സൽ അല്ലെ. മെയിൻ ആയിട്ട് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആരാ കൊണ്ടുവന്നത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ബംഗാളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ടാഗോർ എയിംഡ് അറ്റ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. അതായത് നമ്മുടെ ഈസ്റ്റേണും വെസ്റ്റേണും ആയിട്ടുള്ള കൾച്ചർ എല്ലാം, സാംസ്കാരികം, അവരുടെ വിദ്യാഭ്യാസം, അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ആര് എയിം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ എയിം ചെയ്തത്. ഇനി Similarly, when the national movement became strong under the leadership of Mahatma Gandhi, a team led by Maulana Muhammad Ali, Shaukat Ali, Dr. Zakir Hussain and M.A. Ansari founded the Jamia Millia Islamia in Aligarh. അടുത്ത ഏതാണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ, M.A. അൻസാരി, ഇത്രയും പേര് ചേർന്നിട്ട് എന്ത് കൊണ്ടുവന്നു? ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവന്നത്? അലിഗർ അല്ലെങ്കിൽ അലിഗഡിലാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്?
നമ്മുടെ ജാമിയ മിലിയ ഇസ്ലാമിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു സ്ട്രെങ്തൻ നാഷണൽ മൂവ്മെന്റ് ത്രൂ സെക്യുലർ എഡ്യൂക്കേഷൻ. മെയിൻ ആയിട്ട് എന്താണ്? മതവിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്? നമ്മുടെ ഈ ജാമിയ മിലിയ ഇസ്ലാമിയുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇനി ഇൻട്രൂഷൻ ഓഫ് വെസ്റ്റേൺ ആർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ruined Indian traditional arts. Many initiatives were taken to defend the cultural invasion and promote traditional art. Kerala Kalamandalam in the Cheruduruthi village of Thrissur, founded by Mahakavi Vallathol Narayana Menon, was one of the such initiative. അടുത്ത എന്താ പറയണത്? കേരള കലാമണ്ഡലം അല്ലെ, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ആർട്സ്, നമ്മുടെ ഇന്ത്യയുടെ കല അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള കലകൾ എന്ത് ചെയ്യാണ്? നമ്മൾ കൊണ്ടുവരികയാണ്. അതില് ഇവിടെ കേരളത്തിൽ സ്ഥാപിതമായതാണ് ഇത് കേരള കലാമണ്ഡലം. എവിടെയാ? ചെറുതുരുത്തി വില്ലേജ് ഓഫ് തൃശ്ശൂർ. നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അടുത്തത് കൊണ്ടുവരുന്നത്. ഏതാണ്? കേരള കലാമണ്ഡലം. അവിടെ എന്താണ്? നമ്മുടെ ആർട്സ്, ട്രഡീഷണൽ ആർട്സ്, അതായത് ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കലകളാണ് ഏതിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതിൽ പറഞ്ഞിട്ടുള്ളത്? കേരള കലാമണ്ഡലം അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ചെറുതുരുത്തിയുള്ള കേരള കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചെടുക്കുന്നത്. ബാക്കിയുള്ളവിടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു? സെക്യുലർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ മതവിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ നോൺ സെക്യുലർ എഡ്യൂക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം വെള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചതാണ് ഏത്? കേരള കലാമണ്ഡലം. ആ കേരള കലാമണ്ഡലത്തില് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ട്രഡീഷണൽ ആർട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കലകളാണ് എവിടെ പഠിപ്പിക്കുന്നത്? കേരള കലാമണ്ഡലത്തില് പഠിപ്പിക്കുന്നത്. അപ്പൊ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് എവിടെയാണ്? തൃശ്ശൂർ ജില്ല, തൃശ്ശൂര്. സ്ഥലമേതാ? ചെറുതുരുത്തി. ഇനി ആരാണ് ഫൗണ്ടർ? സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി ലാസ്റ്റ് നോക്കാം. In 1937, മഹാത്മാഗാന്ധി proposed a special education plan. 1937 മഹാത്മാഗാന്ധി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. In 1937, 1937 മഹാത്മാഗാന്ധി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ ആണ് ഏത്? വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ അല്ലെങ്കിൽ വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഇറ്റ്സ് മേജർ ഒബ്ജക്റ്റീവ് വാസ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. He thought that vocational training during education would help build up a good future. Gandhiji believed that such generation could defend the British. മെയിൻ ആയിട്ട് എന്താണ്? ഒരു കൈത്തൊഴിൽ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാം. അതായത് നമ്മളെ VHSC പോലെ അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാം. അതിന്റെ ഒപ്പം തന്നെ ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ പഠിച്ചിറങ്ങിയ പാടത്തിന് ഏതെങ്കിലും രീതിക്ക് കൈത്തൊഴിൽ വാർധ എഡ്യൂക്കേഷൻ പ്ലാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് അതിൽ പറയുന്നത്. ആദ്യം മുതൽ ഒന്നും കൂടി പറഞ്ഞു തരാം. എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്? നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നതാണ്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എവിടെ കൊണ്ടുവന്നത്? നമ്മുടെ പൂനെയിലാണ്. ഏത് വർഷം? 1884 കൊണ്ടുവന്നിട്ടുള്ളത്. ആരൊക്കെ ചേർന്നിട്ടാ കൊണ്ടുവന്നത്? GG അഗർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഇത്രയും പേര് ചേർന്നിട്ടാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ സെക്ഷനിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ തലത്തിലുമുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ലക്ഷ്യം. അവരുടെ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ആ കോളേജും താഴെ അതിന്റെ എംബ്ലം ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? DK കാർവേ അല്ലെ. DK കാർവേയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അടുത്ത പദ്ധതിയാണ് ഇത് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ എഡ്യൂക്കേഷൻ. അതിന്റെ ഇടയിൽ 1905 എന്ത് വന്നു? ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം DK കാർവേ കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി, ആദ്യത്തെ ഇന്ത്യൻ വനിതാ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. വർഷം 1916. അതിന്റെ എയിം എന്തായിരുന്നു? വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണമായിരുന്നു ഏതിന്റെ എയിം ഉണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യൻ വുമൺ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എയിം ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. എവിടെ ഫൗണ്ട് ചെയ്തത്? ആരാ ഫൗണ്ട് ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെ കൊണ്ടുവന്നത്? ബംഗാളിലാണ് കൊണ്ടുവന്നത്. ബംഗാളില് രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്.
ഇനി ടാഗോർ എയിംഡ് അറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. മെയിൻ ആയിട്ട് അവരുടെ എയിം എന്തായിരുന്നു? വെസ്റ്റേൺ കൾച്ചറും ഈസ്റ്റേൺ കൾച്ചർ, രണ്ട് തരത്തിലുള്ള കൾച്ചറും ആരെ പഠിപ്പിക്കണം? നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിനെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഏതിന്റെ ലക്ഷ്യം? വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? നമ്മുടെ മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി, ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് എന്തുകൊണ്ടുവന്നു? ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവന്നത്? അലിഗർ അല്ലെങ്കിൽ അലിഗഡിലാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെക്യുലർ എഡ്യൂക്കേഷൻ ആണ്. അതായത് മതവിദ്യാഭ്യാസം കൊടുക്കുക, മതവിദ്യാഭ്യാസത്തിലൂടെ എന്ത് കൊടുക്കുക? ദേശീയത അല്ലെങ്കിൽ നാഷണലിസം വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. നെക്സ്റ്റ്, നമ്മുടെ ട്രഡീഷണൽ ആർട്ട്, ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യമായിട്ടുള്ള കലകള് കൊണ്ടുവരുന്നതാണ് ഇത് നമ്മുടെ കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. സ്ഥലം ചെറുതുരുത്തി. ആരാ സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപിച്ചത്. നെക്സ്റ്റ് പറഞ്ഞത് 1937, 1937 മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? പുതിയൊരു പ്രൊപ്പോസൽ കൊണ്ടുവന്നു. എന്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര്? വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നായിരുന്നു ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരുണ്ടായിരുന്നത്. അതിന്റെ എയിം എന്താണ്? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏതിന്റെ ലക്ഷ്യം? അതിന്റെ ലക്ഷ്യം. അതായത് കുട്ടികൾ പഠിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുക? ട്രെയിനിങ് പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ഉണ്ടെച്ചാൽ അത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയണത് നമുക്ക് ഗാന്ധിജിയുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നെയ് തലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. നെയ് തലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂതന വിദ്യാഭ്യാസം. നെയ് തലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂതന വിദ്യാഭ്യാസം അവിടെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി പ്രൊപ്പോസ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി റിലേറ്റഡ് ടു സം പ്രൊഡക്റ്റീവ് ഓക്യുപ്പേഷൻ. അതായത് ജോലിയോടുള്ള രീതിക്കുള്ള ജോലി അല്ലെങ്കിൽ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള രീതിക്കുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഹി റെക്കമെൻഡഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ മദർ ടങ് ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 8 and 14 years. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഭാഷയിലാ? മദർ ടങ്, നമ്മുടെ മാതൃഭാഷയിൽ എന്ത് കൊടുക്കണം? 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ മാതൃഭാഷ വിദ്യാഭ്യാസം കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും നൽകണം. ഇനി ദിസ് പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോൺ ആസ് നയി തലീം. ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് നയി തലീം എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ന്യൂ എഡ്യൂക്കേഷൻ ട്ടോ. നയി തലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എഡ്യൂക്കേഷൻ. In 1937, the Wardha Conference of the International Congress appointed a committee headed by Dr. Zakir Hussain to study the system of education. എന്താണ്? നമ്മുടെ വാർധ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ വാർധ കോൺഫറൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നു ആര്? തലവനായിരുന്നു അല്ലെങ്കിൽ അതിന്റെ നേതാവായിരുന്നു ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. അതാണ് ഇതിൽ പറയുന്നത്, നമ്മുടെ നയി തലീമില് പറയുന്നത്. ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇത് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിലെന്താണ്? 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതൃഭാഷയിൽ എന്ത് കൊടുക്കണം? കമ്പൽസറി ആയിട്ടും സൗജന്യമായിട്ടും ഫ്രീ ആയിട്ടും എന്ത് കൊടുക്കണം? എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. അതിന്റെ പേരാണ് നയി തലീം. നയി തലീമിന്റെ മറ്റൊരു പേരാണ് ന്യൂ എഡ്യൂക്കേഷൻ. നയി തലീം ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ എഡ്യൂക്കേഷൻ. ഇൻ 1937, 1937 the Wardha Conference of the International Congress appointed a committee headed by Dr. Zakir Hussain to study this system of education. അങ്ങനെ വാർധ പദ്ധതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ഹെഡ് അല്ലെങ്കിൽ തലവൻ ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. ഇതാണ് ഇത് നയി തലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടോ. ഇനി ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാട്ടോ. ഓക്കെ, താങ്ക് യു.